ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത ഒരു കാര്യം അറിയിക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ KVS NVS ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുക. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ KVS NVSന്റെ ചില ക്വാളിഫിക്കേഷൻസിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേർക്ക് അപേക്ഷിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാള് BA ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം അയാൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി പഠിച്ചിട്ടുണ്ട്. PG അയാൾ ഹിന്ദി ചെയ്യുന്നു, PG ഹിന്ദി, BEd ഉണ്ട്. ഓക്കെ, ബട്ട് അവർക്ക് ഈ നമ്മുടെ NVSലും KVSലും PGT ഹിന്ദിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ബട്ട് മുൻ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന കാര്യങ്ങളിൽ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ KVS എന്ന് പറയുന്ന ഈ സൈറ്റിൽ ജസ്റ്റ് കയറുക. ദെൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ പബ്ലിക് നോട്ടീസ്, അതുപോലെ തന്നെ കൊറിയാണ്ടം 2 എന്ന് പറയുന്ന രണ്ട് സംഗതികൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി ഒന്നാമത്തെ കാര്യം കൊറിയാണ്ടം 1 എന്ന് പറയുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ റെഫറൻസ് ടു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 1/2025 ഫോർ റിക്രൂട്ട്മെന്റ് വേരിയസ് various teaching and non-teaching posts in Kendriya Vidyalaya Sangathan, KVS and Navodaya Vidyalaya Samiti. The applicants are hereby informed that the qualification for the post assistant commissioner principal PGT Hindi English Commerce, PGT Hindi English Commerce കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. PGTയുടെ ഹിന്ദിയുടെയും ഇംഗ്ലീഷിന്റെ കൊമേഴ്സിന്റെ ക്വാളിഫിക്കേഷനുള്ള വ്യത്യാസം വന്നിരിക്കുന്നത്. അതുപോലെ TGTയുടെ ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. TGT ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പൊ ഇത്രയും പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷനാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പൊ അത് വ്യക്തമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ ഇത് അപ്ലൈ ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഇസ് ആൾസോ എക്സ്റ്റൻഡഡ് അപ് ടു 11th December 2025 11:59 PM. ഇന്ന് 7 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യും. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ആൻഡ് നെക്സ്റ്റ് കൊറിയാണ്ടമായിട്ട് ജസ്റ്റ് ആ സെക്കൻഡ് കൊറിയാണ്ടം 2 എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെ കാണാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ വന്നിരിക്കുന്ന ആ ക്വാളിഫിക്കേഷനിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പൊ അതനുസരിച്ച് വായിച്ച് ഇത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാത്തത്. ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ അപ്പൊ അത് വായിച്ചു നോക്കി എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവർ അത് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കേസ് എന്ന് പറയുന്നത് അപ്പൊ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളുണ്ട്. അതുകൂടാതെ തന്നെ നോൺ ടീച്ചിങ് നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരിൽ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അത് ഒന്നാമത്തത് JSA എന്ന് പറയുന്ന ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ലാബ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ്, അതുപോലെ തന്നെ MTS എന്ന് പറയുന്ന പോസ്റ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഓക്കെ, ഇതില് ഏജ് വൈസ് ക്ലാസിഫിക്കേഷനുള്ള വ്യത്യാസം വരും. നമുക്കറിയാം ഇതിന്റെ KVS NVSന്റെ ടീച്ചിങ് നോൺ ടീച്ചിങ് ഏജുകളിൽ വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ് വ്യത്യാസം എന്നുള്ളത്. ശ്രദ്ധിച്ച് ഒന്നുകൂടി കേൾക്കുക. ക്വാളിഫിക്കേഷൻ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. അപ്പൊ അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ KVS അതുപോലെ തന്നെ NVS ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള എക്സാം December 14 തീയതിയാണ് നമ്മൾ ടോപ്പിക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അതിന്റെ റിവിഷൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ എന്താണ് ഭീകരമെന്ന് തന്നെ പറയാം. ആ രീതിയിൽ 12, 13 മണിക്കൂർ 14 മണിക്കൂർ ക്ലാസ്സുകൾ എടുത്ത് നമ്മളൊരു ഒരുവിധം ലെവലാക്കിയിട്ടുണ്ട്. ഇനിയും 4-5 ദിവസങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. അതായത് റിവിഷൻസ് എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യും. റിവിഷൻസ് നമ്മൾ അയച്ചു തന്ന ഒരു 50,000 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 50,000 പ്രാക്ടീസ് സെഷൻസ്, 1500 മോഡൽ എക്സാംസ് നമ്മൾ ചെയ്തു. ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല ചെയ്ത് നമ്മുടെ ക്ലാസ്സിലിരുത്തി ഓൺ ബൈ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് നമ്മൾ 1500 ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ക്ലാസ് കയറാത്തവരുണ്ടെങ്കിൽ ഇത് പഠിക്കുക. എല്ലാവർക്കും അത് റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ലൈവിൽ കയറാത്തവർക്ക്. അപ്പൊ നമ്മുടെ ക്ലാസ് EMRSന്റെ ഏകദേശം ക്ലോസ് ആയി വരുന്നു. ദെൻ KVS NVS ടയർ 1 പ്ലസ് ടയർ 2 പ്ലസ് ഇന്റർവ്യൂ എന്ന് പറയുന്ന ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉള്ളി ഫോക്കസ് ഓൺ ടയർ 1 ആണ്. അപ്പൊ ടയർ 1 ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ, അതായത് 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോ നിങ്ങൾക്ക് ചോദിക്കാം അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി. നമ്മുടെ ക്ലാസ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. എല്ലാ ക്ലാസ്സുകളും ലൈവ്. ഏകദേശം ഒരു 10 to 14 മണിക്കൂർ വരെയുള്ള ലൈവ് സെഷൻസ് ഡെയിലി ഉണ്ട്. ഇതിന്റെ എല്ലാം തന്നെ ഈ ലൈവ് സെഷൻസിന്റെ എല്ലാം തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. പ്ലസ് ഇതിന്റെ ഫുൾ PDF നോട്ട്സ് ഓൾറെഡി നമ്മൾ ടെലഗ്രാം ചാനൽ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ PDF നോട്ട്സ് വിത്ത് ഒരു 50,000-ഓളം PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒരു 50,000-ഓളം
പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഓരോ ടോപ്പിക്കിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഒരു 1500 മോഡൽ എക്സാംസ്, ഇതെല്ലാം ഓൾറെഡി ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ പക്ക ടോപ്പിക് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പക്ക ലൈവ് സെഷൻസ് കൊടുത്തു പോകുന്നുണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകർ ഹാൻഡിൽ ചെയ്യുന്ന ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വളരെ, അതായത് 90% ഓഫറാണ് നമ്മൾ ഫീസിൽ ഇപ്പോൾ ഇളവ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഇപ്പൊ നമുക്കൊരു ബാച്ച് ഉണ്ട്, ഇതിന്റെ മുൻപേ ഉള്ള അവർക്ക് റിപ്പീറ്റ് ആയിട്ടുണ്ട്. പുതിയ ബാച്ചിന് മുമ്പേ ഉള്ള ബാച്ചിനേക്കാളും നമ്മൾ ഏകദേശം 90% ഓഫർ കൊടുത്തിട്ടാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം, വാട്സ്ആപ്പ് മെസ്സേജ് വഴി ചോദിക്കാം. ഓക്കെ, ഇതാണ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് 40 ദിവസമേ ഉള്ളൂ, 35-40 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ പഠിച്ചു തീർത്ത് റിവിഷൻ ചെയ്യണം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ നോൺ ടീച്ചിങ് അപ്ലൈ ചെയ്താലും ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരേ സെയിം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ടയർ 1, അതായത് റീസണിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ ICT കമ്പ്യൂട്ടർ, ദെൻ ജനറൽ അഫയേഴ്സ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ദെൻ ഇംഗ്ലീഷ് പ്ലസ് പിന്നെ മലയാളം ഓർ ഹിന്ദി, അത് ഓപ്ഷനാണ്. മലയാളം ഓർ ഹിന്ദി, ഇത്രയാണ് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ നോൺ ടീച്ചിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നോൺ ടീച്ചിങ്ങിൽ നമുക്ക് വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ ഈ പറഞ്ഞ ലാബ് അറ്റൻഡന്റും അതുപോലെ തന്നെ JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ MDS, ഈ 3 പോസ്റ്റുകളാണ് ലാബ് അറ്റൻഡന്റ് ഇതിന്റെ നോൺ ടീച്ചിങ്ങിനുള്ളത്. അപ്പൊ ഇതിൽ JSAക്ക് മാത്രം പ്രായപരിധി എന്ന് പറയുന്നത് 27 വയസ്സാണ്. ജനറലിന്റെ പ്രായപരിധി 27 ആണ്. അത് OBC ആണെങ്കിൽ +3 ആവും, SC/ST ആണെങ്കിൽ +5 ആയിട്ട് ആഡ് ചെയ്യും. 30-35 ആയിട്ട് മാറും. ബാക്കിയുള്ള ലാബ് അറ്റൻഡന്റിന്റെ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സ് ജനറൽ, MDSന്റെയും പ്രായം 30 വയസ്സ്. അപ്പൊ OBC 33, SC/ST 35. ഇവിടെ OBC 33, SC/ST 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി ടീച്ചിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ടീച്ചിങ്ങിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് PRT KVS മാത്രമാണല്ലോ PRT ഉള്ളത്. ജനറൽ പ്രായം 30 ആണ്, പ്ലസ് 10 ഇയേഴ്സ് ഗേൾസിന് റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. TGT എന്ന് പറയുന്ന ജനറൽ എന്ന് പറയുന്നത് 35 ആണ്, പ്ലസ് 10 ഗേൾസിനുണ്ട്, 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PGT എന്ന് പറയുന്നത് 40 വയസ്സാണ്, പ്ലസ് 10 ഗേൾസിനുണ്ട്. അപ്പൊ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് PGTക്ക് ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രം മതി. കേറ്റോ സെറ്റോ നെറ്റോ ഒന്നും തന്നെ വേണ്ട. PG പ്ലസ് B.Ed ഉള്ളവർ ഓടി വന്നോളൂ. 50 വയസ്സിന് താഴെയുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അവസരം ഒന്നും കളഞ്ഞിട്ടില്ല. ജസ്റ്റ് PSC മാത്രമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള PSCയുടെ 100 അംശം ഇവിടെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രായം കഴിഞ്ഞു പോയി, PSC എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ ആഗ്രഹിച്ച് എന്നൊക്കെ പരിതപിച്ചുകൊണ്ടിരിക്കാതെ അപ്ലൈ ചെയ്ത് പഠിച്ച് ഇത് എഴുതാനായിട്ട് നോക്കുക. ദെൻ TGTയിലേക്ക് വരുമ്പോഴത്തേക്ക് B.Edഉം പ്ലസ് C.TET 2 ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. PRTയിലേക്ക് വരുമ്പോഴത്തേക്ക് DLED പ്ലസ് C.TET 1 ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ പറ്റിയും ഈ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ മോളിൽ കാണിച്ച അഡ്മിഷൻ നമ്പറുമായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. രാവിലെ 6 മണി മുതൽ പിറ്റേന്ന് രാവിലെ 3 AM വരെ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ബാച്ചിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും മെന്ററിംഗിനും ഒക്കെ അത്രയും സമയം ഏകദേശം 24 hourന് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ക്ലാസ്സുകളും ബാച്ചുകളും എല്ലാം പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം. പിന്നെ വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ടീച്ചിങ്ങിനും നോൺ ടീച്ചിങ്ങിനും അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ക്വാളിഫിക്കേഷൻസ് ചേഞ്ച് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പൊ ക്വാളിഫിക്കേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ PGT കമ്പ്യൂട്ടർ സയൻസുകാർ, മ്യൂസിക്കുകാർ, ഇവരൊക്കെ ശ്രദ്ധിക്കുക. PGT കമ്പ്യൂട്ടർ സയൻസ്, മ്യൂസിക് ഒക്കെ അപ്ലൈ ചെയ്യുന്നവർ, TGT മ്യൂസിക് ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ, CS കമ്പ്യൂട്ടർ സയൻസ് മ്യൂസിക് ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് B.Ed വേണം കേട്ടോ. B.Ed വേണം, B.Ed ഉണ്ടായിരിക്കണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.